ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി പണി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. 4 ഷോക്കും പുത്തനങ്ങോട്ട് കയറ്റിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷമുള്ള ആദ്യത്തെ ഫോട്ടോ വെച്ച് ട്രിപ്പാണ്. ഫോട്ടോ വെച്ച് ട്രിപ്പൊന്നും എടുത്ത് പറയാൻ പറ്റില്ല, ഫോട്ടോ വെച്ച് നമ്മുടെ സ്വന്തം സ്ഥലമാണ്. അതുകൊണ്ടിട്ട് ഇടയ്ക്കൊന്നും ഞാൻ ഫോട്ടോ വെച്ച് ഇടവഴികളിലേക്ക് കയറ്റി ആ ചെറിയ ചെറിയ ഗട്ടറും കുഴിയിലേക്ക് ഇട്ടൊന്ന് ചാടിച്ച് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഷോക്ക് കയറ്റിയതിന് ശേഷം ഞാൻ വണ്ടി നേരെ ഒന്നൊന്ന് അറിഞ്ഞ് ഓടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകാൻ വേണ്ടി ഈ ഇടവഴിയിലേട്ടൊന്ന് ഓടിച്ച് നോക്കണം. ഇവിടെ ഒട്ടുമിക്ക കുഴികളും ഈ ഗവൺമെൻറ് അടച്ച് നല്ല റോഡാക്കിയതിന് ശേഷം നമുക്കൊന്നും അത് ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടിട്ട് നല്ല റോഡ് എല്ലാം സ്ട്രെച്ച് റോഡെല്ലാം നല്ല റോഡായി കളഞ്ഞ്. പിന്നെ ഇടവഴികളിൽ മാത്രം ചെറിയ ചെറിയ ഗട്ടറുകൾ, ഇങ്ങനെ വട്ടം വരുന്ന ചെറിയ കുഴി അല്ലെങ്കിൽ മറ്റേ കട്ടയിട്ടേക്കണ കുഴി, അതൊക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ ഞാനൊന്ന് ഇറങ്ങിയതാണ് രാവിലെ തന്നെ. അങ്ങനെയെങ്കിലും ഷോക്കിൻ്റെ ആ ഒരു അടി സൗണ്ട് ഉണ്ടെങ്കിൽ, ബോൾ ജോയിൻ്റ് എന്തെങ്കിലും സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിലും ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങിയതാണ്. പക്ഷേ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല കണ്ടിട്ട്. ഹോണ്ട സിറ്റി ഇത്രയും വില കൊടുത്ത് സെക്കൻഡ് ഹാൻഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ലെവലായിട്ടുണ്ടാവണം. ചില ആൾക്കാർ അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇവൻ്റെ കയ്യിൽ കുറേ കാശുണ്ട്, അതുകൊണ്ടായിരിക്കും ഇത്രയും പഴയ വണ്ടി, അതായത് 2010 വണ്ടിയൊക്കെ ഹോണ്ട സിറ്റി വാങ്ങുന്നത്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ മെയിൻ കാര്യം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഹോണ്ടനോടുള്ളൊരു ക്രേസ് അല്ലെങ്കിൽ ആ ഒരു എൻജിനോടുള്ളൊരു ശരിക്കും ഇഷ്ടം, നമ്മൾ ടോക്കിയോ ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സീരീസ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സീരീസൊക്കെ കണ്ട ആ ഒരു ഇഷ്ടമുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് കൂടുതലും ഹോണ്ട കാർസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഹോണ്ട. അത് മെയിൻലി ട്യൂൺ ചെയ്യാനും പെർഫോമൻസ് വൈസായിട്ട് ഐവി ടെക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഹോണ്ടയുടെ കാറ് ശരിക്കും നമുക്ക് ഇഷ്ടം വന്നത്. പിന്നെ സിവിക്ക് എടുത്തില്ല. സിവിക്ക് എന്ന് പറയുമ്പോൾ 1.8 ലിറ്റർ, പിന്നെ അങ്ങനെ കുറേ മൈലേജ് ഇല്ലാത്ത ഇഷ്യൂസ്. അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ സിവിക്ക്. പക്ഷേ എനിക്കെന്തോ ഹോണ്ട സിറ്റിനോട് ഒരു പ്രത്യേക ക്രേസ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ട് ലുക്ക് കാര്യങ്ങൾ, ഗ്രില്ല് കാര്യങ്ങൾ, ആ ഒരു പ്രത്യേക ഒരു എടുപ്പുണ്ട്. ഭയങ്കര പ്രസൻസാണ് ഹോണ്ട സിറ്റി എന്ന് പറയുമ്പോൾ. കൂടുതലും ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ആൾക്കാർ ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ഹോണ്ട സിറ്റി എടുക്കുന്നത്. ഇപ്പോഴും അവർ കൂളിംഗ് ഫിലിം പോലെ ഒട്ടിക്കാറില്ല, ഫുള്ള് വിസിബിൾ ആക്കിയിട്ട്. അത്യാവശ്യം നല്ലൊരു പ്രൗഡി ഫീലിംഗ് ഉള്ളൊരു കാറാണ് ഹോണ്ട സിറ്റി. അത് ഞാൻ എവിടെയും പറയും, കാരണം അതിൻ്റെ ഒരു ലുക്ക് അങ്ങനെ തന്നെ. യൂസ്ഡ് കാർ എടുക്കുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഹോണ്ട സിറ്റി എടുക്കാൻ ടെൻഷനാണ്. കാരണം ഓൾറെഡി അതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഹൈ ആണ്, പോരാത്തതിന് മൈലേജ് ഇല്ല, അങ്ങനെ കുറേ ടെൻഷൻ അടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ എൻജിൻ പെർഫോമൻസ് എങ്ങനെയുണ്ട്, എൻജിൻ വൈസ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഹോണ്ട സിറ്റി അങ്ങനെയുള്ള കാറുകളൊക്കെ യൂസ്ഡ് എടുക്കാൻ നേരത്ത്. പെട്രോൾ എൻജിൻ തന്നെ നോക്കി എടുക്കുക, ഡീസൽ നോക്കാതിരിക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ. ഇത് ആക്ച്വലി ഞാൻ തപ്പിച്ചെന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലാണ്. ഞാൻ ഈ വണ്ടി എടുത്തത് 2-3 വണ്ടി എടുത്തതും മാർക്കറ്റ് പ്ലേസ് വെച്ച് തന്നെയാണ്, ഫേസ്ബുക്ക് വഴി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള ഷോപ്പുകളിൽ പോയി തപ്പി ശരിക്കും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ മനസ്സ് മടുത്ത് ഞാൻ ഫേസ്ബുക്ക് വഴി എടുത്തത്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് മാച്ച് ആവുള്ള. പിന്നെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കി വരാൻ നേരത്ത് ചിലതൊക്കെ നമുക്കൊരു ഉറപ്പില്ല ഇവിടുത്തെ ഷോപ്പുകളിൽ നിന്ന് എടുക്കാൻ പോയിട്ട്. കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റിക്കലായിട്ട് തോന്നി. റേറ്റും കാര്യങ്ങളും ഭയങ്കര ഹൈ ആണ്. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഡയറക്റ്റ് ഓണറിൻ്റെ ഒന്ന് എടുക്കാൻ നേരത്ത് അത്യാവശ്യം കാര്യങ്ങൾ റേറ്റ് കുറവിന് കിട്ടുകയും ചെയ്യും. പിന്നെ വർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് എടുക്കേണ്ടി വരും വണ്ടിക്ക്. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ തപ്പി വിളിച്ച് ചോദിച്ച്, ഈ വണ്ടി എനിക്ക് 2 മാസത്തോളം വെയിറ്റിങ് കിടന്നായിരുന്നു. ഞാൻ വേറെ കുറേ കാറുകൾ നോക്കിയതിന് ശേഷമാണ് ഈ വണ്ടിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്. ആദ്യം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചോദിച്ച്, വണ്ടി തിരുവനന്തപുരം വെഞ്ഞാറമൂടുള്ള വണ്ടിയാണ്. ആക്ച്വലി ഇത് എറണാകുളം വണ്ടിയാണ്, അത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഇത്രയും യൂസിങ് കഴിഞ്ഞാൽ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വന്ദേ ഭാരത് പിടിച്ച് അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് 2 മാസത്തിന് ശേഷം, അതായത് നമുക്ക് വേണ്ടി വിധിച്ച ഒരു കാറെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ കണക്റ്റഡായി വന്ന് അങ്ങനെ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നതാണത്. ആകെ എനിക്ക് ഈ വണ്ടിക്ക് പണി ഉണ്ടായിരുന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുകയൊന്നും വന്നില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ. പുകയൊന്നും എൻജിൻ വൈസ് ഇഷ്യൂ ഒന്നുമില്ല, പക്ക ബട്ടർ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ബട്ടർ സ്മൂത്ത് അടിപൊളി. ആകെ ഷോക്ക് മാറാനുണ്ടായിരുന്നു, കാരണം 10-17 കൊല്ലം പഴക്കമുള്ള വണ്ടിയാകുമ്പോൾ നോർമലായിട്ട് ഷോക്ക് മാറിയിട്ടില്ല. ഷോക്ക് മാറണം, ഓക്കെ. അത് പുള്ളി പറഞ്ഞില്ല. ഓണർ ഇത് വിൽക്കുന്ന പുള്ളിക്കാരൻ, ഓണറല്ല, പാർക്ക് ആൻഡ് സെയിൽ പോലത്തെ സംഭവം പറഞ്ഞു. അവിടെ നിന്നാണ് നോക്കിയത്. അപ്പോൾ വണ്ടിയുടെ കിടക്ക് പറഞ്ഞിട്ട് നാളായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഷോക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഷോക്കിൻ്റെ കാര്യം പുള്ളി ഇങ്ങനെ തത്തി കളിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് വണ്ടി ഓടിച്ച് വെച്ചത്. പുള്ളിക്കാരൻ പറഞ്ഞു ഷോക്ക് ഫ്രണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന്, ആക്ഷൻ അത്ര പോരാ. അപ്പോൾ ഞാൻ ഓക്കെ, മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. വണ്ടി ഇരുന്നിട്ട് കംഫേർട്ടാണ്, ബാക്കി കാര്യങ്ങൾ എന്ത് വന്നാലും നമുക്ക് മാറ്റാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഞാൻ ആ സമയത്ത് ഉറപ്പിച്ച് നിൽക്കുമായിരുന്നു. എൻ്റെ ഒപ്പം തന്നെ പുള്ളി ഓടിച്ച് നോക്കിയപ്പോൾ ഈ പവർ സ്റ്റിയറിങ് അത്ര പവറല്ല. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഡിഗ്രി റൈറ്റിലേക്ക് തിരിച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, ലെഫ്റ്റിലേക്ക് ചെറുതായിട്ട് നനക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പോൾ സ്റ്റിയറിങ് ഹാർഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു.
അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എറണാകുളം കലൂർ കൊണ്ടുവന്നിട്ടാണ് അതിൻ്റെ വർക്കെല്ലാം ചെയ്തത്. അങ്ങനെ കുറച്ച് കാശ് പൊട്ടി. എന്ത് ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർ എടുത്താലും അതിൻ്റെ അകത്ത് നമ്മളൊരു കുറച്ച് എക്സ്പെൻസ് പ്രതീക്ഷിക്കണം, കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കണം. ഇത് ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് പോലും എനിക്കൊന്നൊരു യൂസ് ചെയ്ത ആളുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് ഈ കാറിൻ്റെ ക്ലച്ച് തീർന്നിട്ടില്ലായിരുന്നു. ക്ലച്ച് തീർന്നെന്ന് പറഞ്ഞാൽ ഒരു പകുതി വിട്ടാലൊക്കെ ക്ലച്ച് സാധാരണ കാറ് ഇപ്പോൾ മാരുതി ആണെങ്കിലും പകുതി കഴിയുമ്പോൾ ഞാൻ ഓടിച്ച് പഴകിയ വണ്ടിയിൽ പോലും പകുതി കഴിയുമ്പോഴാണ് ക്ലച്ച് വണ്ടി നീങ്ങി തുടങ്ങുന്നത്. ഇതങ്ങനെയല്ല, ഇത് ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ വണ്ടി എടുത്ത് ചാടിപ്പോണേ അത്രയും പക്കയായിട്ട് ക്ലച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ക്ലച്ചിൻ്റെയും എല്ലാ സെക്ഷനും നോക്കിയപ്പോൾ ടെസ്റ്റ് പാസ്സാക്കിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സാധനങ്ങളും പോളിഷ് ഉൾപ്പെടെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ വണ്ടി എനിക്ക് 2030 വരെയൊക്കെ ടൈമുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി എല്ലാം ടോപ്പപ്പ് ചെയ്ത് ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളൻ്റ്, ചപ്പ് ചവറുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ആകെ എനിക്ക് മെയിൻ പണിയായിട്ട് തോന്നിയത്, എന്നെ കുറച്ച് ടെൻഷൻ അടിപ്പിച്ചത് ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു കൺട്രോൾ മാത്രമാണ്. അത് ഞാൻ കലൂർ കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അടിയിൽ ഒരു ഫ്രണ്ട്സ് ഓട്ടോമൊബൈൽസ് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, പുള്ളിക്കാരൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പുള്ളി സ്റ്റിയറിങ് ചെയ്തു തന്നായിരുന്നു. സ്റ്റിയറിങ് എനിക്ക് എക്സ്പെൻസ് വന്നത് 7600 രൂപ പുള്ളി ചെയ്തു തന്നായിരുന്നു. ഞാൻ എറണാകുളം പല സ്ഥലത്ത് വിളിച്ച് ചോദിച്ചതാണ്. അവരെല്ലാം പറഞ്ഞത് 20,000 താഴെ വരും എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും ഈ വണ്ടി എടുക്കുമ്പോൾ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുമ്പോൾ ഞാൻ സ്പോട്ടിൽ ഞാൻ വിളിച്ച് ചോദിച്ചതാണ് സ്റ്റിയറിങ്ങിൻ്റെ വർക്ക് എത്ര രൂപ വരുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞത് കുറഞ്ഞത് 25,000 എങ്ങനെയെങ്കിലും പൊട്ടും സ്റ്റിയറിങ് ചെയ്ത് വരുമ്പോൾ. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴും ഞാൻ ഓർത്തു സ്റ്റിയറിങ് അല്ലേ പോട്ടെ ശരിയാക്കാം, വണ്ടി പൊക്കെയാണെങ്കിൽ നമുക്ക് ഓടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള വണ്ടിയാണ്, എൻജിൻ വൈസ് ആണെങ്കിൽ നല്ല സെറ്റ് ആയതുകൊണ്ട് സ്റ്റിയറിങ് ചെയ്തെടുക്കാം, ഇതിൻ്റെ ഷോക്കും ചെയ്തെടുക്കുക എന്നുള്ള മെൻറ്റാലിറ്റി അന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ വണ്ടി എടുത്തത്. ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വണ്ടി ഞാൻ കലൂർ കൊണ്ടേ കൊടുത്തു. സ്റ്റിയറിങ് റെഡിയാക്കി കഴിഞ്ഞിട്ട് വണ്ടി എനിക്ക് കിട്ടി. രണ്ട് ദിവസം പറഞ്ഞു, 2 ദിവസം 3 ദിവസം ഗ്യാപ്പ് പറഞ്ഞപ്പോൾ 2 ദിവസത്തിൽ കറക്റ്റ് ടൈമിൽ വണ്ടി റെഡിയാക്കി പുള്ളിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റിയറിങ് സെറ്റാക്കി കൊണ്ടുവന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളൊന്ന് കോലഞ്ചേരി പോയി. മാറ്റുപുഴ റോഡൊക്കെ ഓടി വന്നിട്ട് നമ്മുടെ കുണ്ടന്നൂർ പാലമൊക്കെ കയറി വന്നപ്പോൾ ഇതുപോലെ 2 ജെർക്കിങ് അടിച്ചതാണ്. പാലത്തിലുള്ള ഗർഡറിൻ്റെ ജോയിൻറ്റുകളില്ലേ കടകടാന്ന് പറഞ്ഞ് ചാടി വീണ്ടും സ്റ്റിയറിങ് ഒരു ടൈറ്റ്. ഞാൻ ഓർത്ത് പൊട്ടിച്ച കാശ് പോയി, വീണ്ടും ടെൻഷനായി. എന്തുകൊണ്ടാണ് സ്റ്റിയറിങ് പിന്നെ ടൈറ്റ് വേണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഗൂഗിളിൽ റിസൾട്ട് വന്നത്, ഇപ്പോൾ റെഡിറ്റിലും എല്ലാവരും ഇട്ടേക്കുന്നു, അവർ പറഞ്ഞത് ഇൻ കേസ് ഷോക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് റാക്ക് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സ് അങ്ങനെയുള്ള ടൈറ്റ് വരും എന്നാണ് അവർ പറഞ്ഞത്. ഷോക്ക് എന്തെങ്കിലും വർക്കിംഗ് അല്ലാതായി സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ വണ്ടി ഒന്നിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഇഷ്യൂ വരും, മൈനറായിട്ടുള്ള ടൈറ്റ് വരും എന്നാണ് പറഞ്ഞത്. അത് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ കണ്ണും പൂട്ടി ഇതിൻ്റെ ഷോക്ക് 4 അങ്ങോട്ട് മാറ്റി പുത്തൻ വാങ്ങിച്ചിട്ടായിരുന്നു. അതിന് ശേഷം ഞാൻ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് വിരൽ കൊണ്ട് സ്റ്റിയറിംഗ് തിരിക്കാം, പക്കയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റിയറിംഗ് ടൈറ്റ് നോക്കുക, ഏത് ബ്രാൻഡ് വണ്ടിയാണ് അതിനനുസരിച്ചൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ കാണുന്ന ഫീൽഡിൽ സ്റ്റിയറിംഗ് ഉണ്ടോ, വെറുതെ കറക്കി വിട്ടു കൊടുത്താൽ റിട്ടേൺ അടിച്ചിങ്ങോട്ട് പോകുന്നുള്ളൂ. നല്ല പക്കയായിട്ടാണ് സ്റ്റിയറിംഗ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഒരു ഗ്ലാസ്സിൽ കാണുന്ന വൈപ്പർ മാർക്ക് ഉണ്ടായിരുന്നു, അത് ഇതുവരെയായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ആ ഗ്ലാസ്സിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, നേരെ കാണുന്ന അവിടെ ഒരു ചെറിയൊരു മാർക്കുണ്ട്, ഒരു കോയിൻ വന്ന് ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് വീണെന്നാണ് പുള്ളി പറഞ്ഞത്. ചിലപ്പോൾ ആ ഒരു സ്ക്രാച്ച്, ഈ വൈപ്പർ മാർക്ക് സ്ക്രാച്ച് നമുക്ക് പോളിഷ് ചെയ്യുമ്പോൾ മാറും. അത് മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും പോളിഷ് ചെയ്യുന്നത്. പിന്നെ സെൻട്രലായിട്ട് ആ വൈപ്പർ ഇരിക്കുന്നതിൻ്റെ ആ ഒരു പോർഷനിൽ ഒരു കോയിൻ വന്ന് വീണിട്ട് റൗണ്ടായിട്ടൊരു പൊട്ടിയ പറഞ്ഞത്, ഗ്ലാസ് ബ്രേക്ക് ആയത്. അതൊന്നും കാണാൻ കൂടിയില്ല, അതൊന്നും വിഷയമില്ല. എന്നാലും ഈ ഒരു വൈപ്പർ മാർക്ക് നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് അത്ര വലിയ പണിയൊന്നും തോന്നുന്നില്ല. മെയിൻലി പറയാനുള്ളത് മൈലേജ് ഇങ്ങനെയുള്ള ചെറിയ വഴിയിലൊക്കെ ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ഏതൊരു കാറിനും 14-15 കിട്ടുള്ളൂ. എനിക്കിപ്പോൾ കറൻ്റ് 17.18 കിലോമീറ്റർ ഹൈവേയിൽ കിട്ടുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ 13-14 തന്നെ നമ്മുടെ ഇടവഴിയൊക്കെ ഇട്ട് ഓടിച്ചാൽ കിട്ടത്തുള്ളൂ. ഹോണ്ട സിറ്റിക്ക് അത്രയും കിട്ടുന്നത് തന്നെ ഒരു വലിയ കാര്യം എന്ന് തന്നെ പറയാം. ഹോണ്ട സിറ്റി ഈ ഒരു മോഡൽ 2010-2009 മോഡലിനൊക്കെ ഇത്ര മൈലേജ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞാൽ, പിന്നെ ഓയിൽ ചേഞ്ച് ഇപ്പോൾ ചെയ്തിട്ടില്ല, ചെയ്തും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്താവും, എൻജിൻ പെർഫോമൻസ് കൂടും, പിന്നെ പക്കയായിരിക്കും. പിന്നെ ഒരു പഞ്ചർ ഉണ്ടായിരുന്നു, അതും കൊണ്ട് കറക്റ്റ് ചെയ്തായിരുന്നു. പിന്നെ ഈയിടയ്ക്ക് ഉണ്ടായ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊന്ന് വല്ലാർപാടം പോയതിന് വഴിക്ക് മൊത്തം ബ്ലോക്ക്, അവിടുത്തെ സമ്മേളനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് മൊത്തം ബ്ലോക്ക്, ലെഫ്റ്റും റൈറ്റും കൂടി വന്നിട്ട് കാറ് ബ്ലോക്കാക്കി. വി ഷേപ്പിൽ എൻ്റെ ഫ്രണ്ടിൽ 2 കാറുകളെ കൊണ്ടുവന്ന് ജാമാക്കി. ഞാൻ സാൻഡ്വിച്ച് പോയി 2 ദിവസം മുമ്പ്. അങ്ങനെ ചെറിയൊരു സ്ക്രാച്ച് കിട്ടിയിട്ടുണ്ട് സൈഡിൽ, നമ്മുടെ ബമ്പറിലും പിന്നെ റൈറ്റ് സൈഡിലെ പാനലിലും കൂടിയായിട്ട്, ടയറിൻ്റെ മേളിലുള്ള പാനലിലും കൂടിയായിട്ട് ഒരു SUV കൊണ്ടുവന്നിട്ട് സാൻഡ്വിച്ച് പോലെ അമർത്തി തന്നായിരുന്നു. പുള്ളി ഇങ്ങോട്ട് ഉരച്ചിട്ട് അങ്ങോട്ട് പോയി. ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് പുള്ളി പ്രസ് ചെയ്ത് തന്നെ പിടിച്ചിട്ട് പോയി. നമ്മളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വണ്ടിരിക്കുമല്ലോ ഫുൾ ബ്ലോക്ക്, ലെഫ്റ്റിലേക്ക് എടുക്കാൻ പറ്റില്ല, ലെഫ്റ്റിൽ നിന്ന് വണ്ടി 2 പേരും കൂടി നടുക്കിട്ട് തന്നെ പൂട്ടിക്കളഞ്ഞു. പുള്ളിയുടെ ശരിക്കും പറഞ്ഞാൽ
ഈ ഹോണ്ട സിറ്റിയുടെ ഈ വണ്ടിയുടെ അന്നത്തെ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി അന്നാണ് ഞാൻ അറിയണത്. നമ്മുടെ വണ്ടിയുടെ ഒരു പെയിൻ്റ് ഒരു തരി പോലും പോയിട്ടില്ല. അവൻ്റെ ഫുള്ള് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ വരച്ച് പെയിൻറ്റ് മൊത്തം തുടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ രാത്രിയാണ് കാണുന്നത്, മച്ചാൻ തുടച്ച് വെച്ചിട്ടുണ്ട്. കുരച്ചിട്ട് പുള്ളി അങ്ങോട്ട് പോയി. പുള്ളിയുടെ ഇൻട്രസ്റ്റ് കാണിച്ച് പുള്ളി അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ വണ്ടി രാത്രി വന്ന് കാണുമ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ പെയിൻറ്റ് പോയെന്ന് വിചാരിച്ചത്. പക്ഷേ തുടച്ച് നോക്കിയപ്പോൾ അവൻ്റെ വണ്ടിയുടെ വൈറ്റ് കളർ പെയിൻ്റ് ആയിരുന്നു എൻ്റെ കാർമേൽ മൊത്തം ഉണ്ടായിരുന്നത്. ഹോണ്ട സിറ്റി ഈ വണ്ടിയുടെ ഒരു തരി പെയിൻറ്റ് പോയിട്ടില്ല. ഞാൻ തുടച്ച് കളയുമ്പോൾ തന്നെ എല്ലാം പോയി. ആ ചെറിയൊരു ഡെൻറ്റ് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്, അത് മാത്രം ഒന്ന് എടുത്തിട്ടുണ്ടാവും. നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടാണ് പുള്ളി പോയത്. അപ്പോൾ ഇതേപോലെ വണ്ടിയൊക്കെ റാഷായിട്ടൊക്കെ ഓടിച്ച് വരാൻ നേരത്ത് ഓർക്കുക, ഇത് വണ്ടി മാത്രമുള്ള അതിൻ്റെ അതിരിക്കണം. ചില ആൾക്കാർ പാവപ്പെട്ടവരുണ്ടാവും, ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. സോ നിങ്ങളുടെ അഹങ്കാരം മറ്റു വണ്ടിയുടെ മേളിൽ കാണിക്കാതിരിക്കുക. അത് പറയാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഇനി വന്ന വീഡിയോസ് ഈ വണ്ടിയിൽ നിന്നുള്ള ഇതിൻ്റെ അകത്തുള്ള ടൂറിങ്ങും കാര്യങ്ങളും അത് വെച്ചുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ടോടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് പെരുപ്പിക്കാം കേട്ടോ.